ോടെ യുഎയിലുടനീളം ഫ്ലൂ പടർന്നു പിടിക്കുകയാണ്. ആശുപത്രിയിലെത്തുന്ന രോഗികളിൽ വലിയ വർധനവുണ്ട്. ഒരു തവണ മരുന്ന് കഴിച്ചിട്ടും പലർക്കും രോഗം മാറുന്നില്ല. ഇതിനിടയിൽ ആന്റിബയോട്ടിക്കുകൾ അനാവശ്യമായി കഴിക്കുന്നത് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. പലരും സ്വയം ചികിത്സ നടത്തുന്നു. MBBS പോയിട്ട് +2 പോലും പാസ്സാവാത്ത ഒരുപാട് ഡോക്ടർമാരുണ്ടാകും ഓരോ പ്രവാസികളുടെ റൂമിലും. ചെറിയ പനിയാണോ നിനക്ക്, ഇന്ന നീലപ്പെൻഡോൾ കഴിച്ചാൽ മതി കേട്ടോ. ഇനി പനി അധികമാണോ, മേലും കൈയും വേദനയുണ്ടോ, ചുവപ്പ് പെൻഡോൾ കഴിച്ചാൽ മതി, എല്ലാം ശരിയാവും. ഇങ്ങനെയുള്ള ഒരു വാക്കുകൾ കേട്ടിട്ട് നമ്മൾ ചെറിയ അസുഖം വലിയ അസുഖമാക്കാണ്ട് നമ്മളെ കൊണ്ട് പറ്റില്ല എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. എന്തായാലും നമ്മൾ വർഷം മെഡിക്കൽ ഇൻഷുറൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. സോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ അത്ര വലിയ പൈസ ഒന്നും ആവില്ല. മോസ്റ്റ്ലി ഹോസ്പിറ്റലിൽ പോകാൻ മടി കാണിക്കുന്നത് ഈ ബക്കാല, കഫ്തീരിയ തുടങ്ങിയ മേഖലയിലൊക്കെ പണിയെടുക്കുന്ന ആൾക്കാരാണ്. ഒരു ഹോസ്പിറ്റലിൽ പോയിട്ട് കടന്നുറങ്ങാൻ പോലും മര്യാദയ്ക്ക് സമയം കിട്ടാറില്ല. അങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല, നമ്മുടെ തടിക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ ആ ഗുളിക ഈ ഗുളിയൊന്നും മെഡിക്കൽ ഷോപ്പിൽ നിന്ന് മേടിച്ച് കഴിക്കാണ്ട് ഹോസ്പിറ്റലിൽ പോവുക, ഡോക്ടറെ കൺസൾട്ട് ചെയ്യുക. അവരെന്താണോ പറയുന്നത് അത് കേൾക്കുക. തടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെയും പണിയെടുക്കാൻ പറ്റുള്ളൂ. സോ നമ്മുടെ തടിയാണ് നമുക്ക് മുഖ്യം.